നെവർ സ്റ്റോപ്പ് ബിലീവിങ് യുവർ സെൽഫ്. ലോകം മുഴുവൻ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങളുടെ ചുറ്റുമുള്ള ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നൊരു ഉറപ്പുണ്ടാവണം. ശരിയാണ്, നമ്മൾ പല പ്രാവശ്യം പണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും, പല പ്രാവശ്യം ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ടാവും, പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ പറ്റും. ഒരു ദിവസം വരും. ഒരു പ്രാവശ്യം പറ്റിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അത് പറ്റില്ല എന്നതിനർത്ഥമില്ല. കോൺഫിഡൻസ് കംസ് നോട്ട് ഫ്രം ഓൾവേസ് ബീയിങ് റൈറ്റ് ബട്ട് ഫ്രം നോട്ട് ഫിയറിംഗ് ടു ബി റോങ്. പീറ്റർ ടി മക്കിൻട്രേ. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ആര് വിശ്വസിക്കാനാണ്? നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉറപ്പില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ആരാണ് നിങ്ങളിൽ ഉറപ്പ് പറയുന്നത്? ഇവിടെ ചെറുതായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ സഹതാപം കിട്ടാൻ നോക്കണ്ട. കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. നിന്റെ പരാതികൾ കേൾക്കണ്ട, നിന്റെ എക്സ്ക്യൂസുകൾ കേൾക്കണ്ട. ജസ്റ്റ് റിസൾട്ട്സ്. നിന്റെ എഫോർട്ടുകളല്ല കാണേണ്ടത്, നിന്റെ റിസൾട്ട്സ്. ഫോർ ദാറ്റ് യു ഹാവ് ടു ഗിവ് യുവർ മാക്സിമം എഫോർട്ട്. യു ഹാവ് ഗോട്ട് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. നെവർ സ്റ്റോപ്പ് ബിലീവിങ്. ടേക്ക് ഇൻ ചാർജ് ഓഫ് യുവർ സെൽഫ്. നീ ആഗ്രഹിക്കുന്ന മാർക്ക്, നീ ആഗ്രഹിക്കുന്ന ജോലി, നീ ആഗ്രഹിക്കുന്ന ബിസിനസ്, നീ ആഗ്രഹിക്കുന്ന ജീവിതം നിനക്ക് പടുത്തുയർത്താൻ പറ്റും. നിനക്ക് മാത്രമേ പടുത്തുയർത്താൻ പറ്റൂ. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേറെ ആർക്കും സാധിക്കില്ല. ഒൺലി യു ക്യാൻ. നിന്റെ ജീവിതത്തിൻ്റെ താക്കോല് നിന്റെ കയ്യിലാണ്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. 2 സഹോദരന്മാർ കൂടി ഒരു വലിയ യാത്രയ്ക്ക് പോവുകയാണ്. വഞ്ചിയിലാണ് യാത്ര. രാത്രിയിലാണ് അവർ പുറപ്പെടുന്നത്. 2 പേരും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് അവരുടെ വഞ്ചിയിൽ യാത്ര ആരംഭിച്ചു. 2 പേരും ആഞ്ഞു തുഴഞ്ഞു. പക്ഷേ രാവിലെ സൂര്യൻ ഉദിച്ചപ്പോഴും അവരുടെ വഞ്ചി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് അനങ്ങിയിരുന്നില്ല. അവർ വഞ്ചിയുടെ കെട്ടഴിച്ചു വിട്ടിരുന്നില്ല. വഞ്ചി കരയോട് കെട്ടിയിട്ടിട്ടാണ് അവർ അത്രയും അധ്വാനിച്ചത്, അവർ അത്രയും തുഴഞ്ഞത്. അവരുടെ അധ്വാനം മുഴുവൻ പാഴായി. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംശയം. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ, പറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു കയർ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കെട്ടിയിടുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൻ്റെ വഞ്ചി മുമ്പോട്ട് പോവില്ല. നമ്മുടെ സ്വപ്നങ്ങളുടെ വഞ്ചി മുമ്പോട്ട് പോവില്ല. കം ഓൺ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് മനസ്സിലാക്കണം. നിന്നെ കൊണ്ട് പറ്റും. അവർ അത് നേടിയത് അവർക്ക് ഭയങ്കര കഴിവുണ്ടായിട്ടല്ല, അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ടാലൻ്റ് ഉണ്ടായിട്ടല്ല, അവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടല്ല. ദേ ജസ്റ്റ് ബിലീവ്ഡ്. പുറത്തോട്ട് നോക്കുന്ന നിർത്ത്. മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ, അവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ട്രൈങ് ടു ചേഞ്ച് ഒപ്പീനിയൻസ്. ഡു യുവർ തിങ് ആൻഡ് ഡോണ്ട് കെയർ ഇഫ് ദേ ലൈക്ക് ഇറ്റ്. ടീന ഫേ. നിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്ക്. അതിൻ്റെ ഉള്ളിലെ ശക്തി നീ കാണും. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. നിനക്ക് നിന്നിൽ വിശ്വസിക്കാൻ സാധിക്കും. നിനക്ക് നിന്നിൽ ഉറപ്പുണ്ടോ? ഡു യു ബിലീവ് ഇൻ യുവർ സെൽഫ്? യു ഹാവ് ഗോട്ട് ടു സ്ട്രോങ്ലി ബിലീവ്. Always be yourself and have faith in yourself. Do not go out and look for a successful personality and try to duplicate it. Bruce Lee. മറ്റൊരാളെ കണ്ടിട്ട് അതുപോലെയാവാനോ അയാളെ അനുകരിക്കാനോ ശ്രമിക്കരുത്. യു ആർ യുണീക്ക്. നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കണം. 2011 വേൾഡ് കപ്പ് ഓർത്തു പോവുകയാണ്. ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ വിരാട് കോഹ്ലിയും ഔട്ടായി തിരിച്ചു വരുമ്പോൾ ക്രിക്കറ്റിൻ്റെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു തീരുമാനമാണ് അന്ന് അവിടെ സംഭവിച്ചത്. ധോണി ബാറ്റിങ്ങിന് ഇറങ്ങുന്നു, അതും 5-ാം നമ്പറിൽ. 7-ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ധോണി ഫോമിലുള്ള യുവരാജ് സിംഗിനും സുരേഷ് റെയ്നയ്ക്കും മുമ്പേ 5-ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ധോണി തന്നെയാണ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പറഞ്ഞത്, ഐ തിങ്ക് ഇഫ് സമ്മൺ ഗോസ് ഡൗൺ ഐ മസ്റ്റ് ഗോ ഇൻ നെക്സ്റ്റ്. ഇനിയൊരു വിക്കറ്റ് പോയാൽ അടുത്തത് ഞാനായിരിക്കണം പോകേണ്ടത്. അതാണ് ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് തീരുമാനിച്ചത്. ബിക്കോസ് ഐ സ്ട്രോങ്ലി ബിലീവ്ഡ് ഐ ക്യാൻ. ധോണി ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് എടുത്ത തീരുമാനം. എനിക്ക് ഈ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. ആ സെൽഫ് കോൺഫിഡൻസ്. യു ജസ്റ്റ് ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇറ്റ്സ് യുവർ ഫ്യൂവൽ. ദിസ് ബിലീഫ് ഈസ് യുവർ ഫ്യൂവൽ. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഇന്ധനം ഇതാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ചിന്ത. ഓരോ ദിവസവും അടുത്തു പോകുമ്പോഴും, ഓരോ ദിവസവും തളർന്നു പോകുമ്പോഴും, തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും മുമ്പോട്ട് പോകാനുള്ള ഇന്ധനം ഇതാണ്. യു ക്യാൻ. നെവർ സ്റ്റോപ്പ് ബിലീവിങ്.